ഫാൻറ്റസി വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ നമ്മുടേത്. എന്താണെന്നല്ലേ, അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണാർത്ഥം ഞങ്ങൾ കൂൺകൃഷി കൂണ് നട്ടിരുന്നു. നമ്മൾ വീടുകളിലൊക്കെ നടില്ലേ. അപ്പം അത് നട്ടപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. ചേട്ടയ്ക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും പറയുന്ന രീതിയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല നട്ടത്. ഉണ്ടാകുന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഒരു ഇതിൽ നട്ടതാണ്. പക്ഷേ സംഭവം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. ഇത് സൈഡ് ഫുള്ള് ഗ്രീൻ നെറ്റ് ഇട്ട് കെട്ടിയിട്ടുണ്ട്. ബാലൻസ് വന്നത് ഇങ്ങനെ മുകളിലേക്ക് ആക്കി കെട്ടി അതിൻ്റെ ഫുള്ള് അടി വരെ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടം കുറയണം, പിന്നെ സഞ്ചാരം വേണം, പിന്നെ ചൂട് കുറയണം. അങ്ങനെ 2-3 ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ രണ്ട് ലെയറുണ്ട് കേട്ടോ. ഒന്ന് ഉള്ളിൽ നിന്നും ഉണ്ട്, ഇത് പുറത്തുനിന്നും ഉണ്ട് കേട്ടോ. ഇതിവിടെ മാത്രം 2 ലെയറുണ്ട്, ബാക്കിയെല്ലാം ഒന്നേ ഉള്ളേ. ഫുള്ള് ഗ്രീനിട്ട് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, മണ്ടി ഒരു കുറഞ്ഞ ഭാഗം മാത്രമേ ഇല്ലാത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് 2 ബെഡാണ് ഉണ്ടാക്കിയത് കേട്ടോ. 2 അല്ല 4 ബെഡ്. വള്ളിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കെട്ടി തൂക്കി. ഇത് ഞങ്ങൾ വൈക്കോല് നിറച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് വൈക്കോല് നിറച്ചുണ്ടാക്കിയതാണ്. ഇത് 2 എണ്ണം. ഇതിൽ 2 എണ്ണം നമ്മൾ മറ്റേ പെല്ലറ്റ് കുതിർത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. മാസം 24-ാം തീയതി വെച്ചാണ്. ഇന്നിപ്പം ഏപ്രിൽ 9-ാം തീയതി ആയിട്ടോ. അപ്പം ഒരു 2-3 ദിവസം നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം നമ്മൾ നനച്ചിട്ടൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൂടെ കണ്ടോ നല്ല ഈർപ്പം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നനച്ചിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് നനവൊന്നും ചെയ്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കട്ടിക്ക് വന്നു. അപ്പം നമ്മൾ 8-ാം തീയതി ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ചെറുതായിട്ടൊരു ഈ ലെവലിങ്ങനെ മുകളങ്ങൾ വരാൻ തുടങ്ങി. അപ്പം ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഇതായിരുന്നു കേട്ടോ കണ്ടത്. അതിപ്പോൾ നല്ലോണം ഇതുണ്ടോ കൂണിൻ്റെ മുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ബാക്കി ഇതിലൊക്കെ വന്നത് കേട്ടോ. എന്തായാലും ഒരെണ്ണത്തേൽ മുളയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇനി എന്താവും എന്നുള്ള വിരിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഈ കൂണ് വിരിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ 3-ാമത്തെ ദിവസം കേട്ടോ. ഇതിനൊന്നും മാറ്റമൊന്നും ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത് ആയി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ താമസം എടുത്തു. വൈക്കോൽ താമസമാണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പം ആയി വരുന്നുള്ളൂ. പക്ഷെ നമ്മൾ മറ്റേ പെല്ലറ്റ് ഇതാക്കിയിട്ടില്ലേ അറക്കപ്പൊടി, അതിനകത്തെ കൂണിപ്പം ഇന്നിപ്പം 3-ാമത്തെ ദിവസം കേട്ടോ. ഫസ്റ്റ് ഡേയിൽ ആദ്യത്തെ ദിവസത്തെ പോലെ കുഞ്ഞതായിട്ട് കണ്ടു കേട്ടോ. 2-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും ഈ ഒരു ലെവലിലേക്കായി. 3-ാമത്തെ ദിവസം ഈ ഒരു ലെവലിലായി. ഇതിപ്പോൾ 4-ാമത്തെ ദിവസം കേട്ടോ. ഇത് നാളത്തേന് വിരിയുമായിരിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നു. താഴത്തേത് ഇതുവരെ പൊട്ടി തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, അതുപോലെ തന്നെ ഇരിക്കുന്നു. നമ്മൾ നട്ട കൂൺബെഡിൽ ഇതാണ് കേട്ടോ കൂൺബെഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ കൂൺബെഡിൽ നമ്മൾ 4 കൂൺബെഡാണ് ഉണ്ടാക്കിയത് കേട്ടോ. 2 എണ്ണം അറക്കപ്പൊടി ഇട്ട് ഇതിലും, പിന്നെ 2 എണ്ണം ഉണ്ടാക്കിയത് വൈക്കോലിലാട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറക്കപ്പൊടിയിൽ ഉണ്ടാക്കിയതിലാണ് കൂണുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആദായമാണ്. അപ്പോൾ ഞങ്ങൾ പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. പിന്നെന്താ, പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ഒരുപാട് വെളിച്ചം ഉണ്ടാകരുത്, പിന്നെ ചൂട് ഒരുപാട് ഉണ്ടാകരുത്. അപ്പോൾ ഇവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെ കേട്ടോ. ഇത് പകലാണ്, പകലെടുക്കുന്നതാണ്. പക്ഷേ റൂമിനുള്ളിൽ അത്യാവശ്യം ഇരുട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ഇത്ര ദിവസം മഴയൊക്കെ ആയിരുന്നുകൊണ്ടൊക്കെ ആയിരുന്നു തോന്നുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വിരിഞ്ഞ് കിട്ടി കേട്ടോ. അപ്പം ഞാനിത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പം ഞാനിത് ആദ്യമായിട്ട് പറിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല.
അപ്പോൾ എല്ലാവരും പറിക്കുന്നത് കണ്ടിട്ടുള്ള രീതിയിൽ ഞാൻ പറിക്കുവാണേ. ഇങ്ങനെ കറക്കിയാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ എന്തേ ഇതെന്താ സംഭവം? ഇവിടെ തന്നെ ഉണ്ടാവോ? ഇനി ഇത് ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവത്തില്ല. ഉണ്ട്, കുറേ ഉണ്ടായതായിരുന്നു, കുറേ കരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറിച്ചത് എന്തോരം വെയിറ്റ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് തൂക്കി നോക്കുക കേട്ടോ. 260 ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം നമുക്ക് കിട്ടിയത് 260 ഗ്രാം ഉണ്ട്. അപ്പം നമുക്ക് കിട്ടിയ കൂണിതാട്ടോ. മൊത്തത്തിൽ ഇത്ര എണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ പെരുങ്കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും അതുപോലെ ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കണം കേട്ടോ. ആദ്യം പറിച്ചെടുത്തിട്ട് വേണം നന്നാക്കാനായിട്ട്. പക്ഷെ നമ്മൾ സാധാ കൂണൊക്കെ പിടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഈ പൊട്ടിയൊക്കെ പോകും കേട്ടോ. ഇതങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം ബലമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. സാധാ കൂണൊക്കെ നമ്മൾ പിടിച്ചിട്ട് 2 വലിയൊക്കെ വലിച്ച് കഴിഞ്ഞാൽ കട്ടിക്ക് പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ കുടിഞ്ഞ് ഇതായിപ്പോയല്ലേ. ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിലെല്ലാം അടത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം അടത്തി കഴിഞ്ഞപ്പം ഏകദേശം ഒരു പ്ലേറ്റ് നിറച്ചുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ. ആദ്യത്തെ ആദായമാണ്. അപ്പോൾ ഇതിന് മുഴുവൻ ഇനി അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ കൂണൊക്കെ ഓരോ നടത്തി കുഞ്ഞു കുഞ്ഞ് നമ്മൾ മറ്റേ പെരുങ്കൂണൊക്കെ പറിച്ച് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ലേ കുറേ പേര്, അതേപോലെ ഉണ്ട് കേട്ടോ. ഈ കൂണിൻ്റെ ആകപ്പാടെ കളയാനായിട്ടുള്ളതിൻ്റെ ഈ ചൂട് ഭാഗം മാത്രം നമ്മൾ പറിക്കുമ്പം ഏറ്റവും അടിഭാഗം വരുന്ന ഞെട്ട് മാത്രം മുറിച്ച് കളയാനുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറിച്ച് കഴിഞ്ഞപ്പോൾ ഞെട്ട് കാര്യമായിട്ടില്ലായിരുന്നു, അത് അവിടെ തന്നെ നിന്ന് ബാക്കിയായിട്ട് അങ്ങ് പോകുന്നുള്ളൂ. അപ്പം ഞെട്ട് മാത്രമേ കളയാനുള്ളൂ, ബാക്കി മുഴുവൻ നമുക്ക് കറി വെക്കാനായിട്ട് കൊള്ളുന്ന സാധനം കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ അരിഞ്ഞ് തീർത്തിന്. അപ്പോൾ അരിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ കാല് സെപ്പറേറ്റും അല്ലാതെ ആക്കി എടുത്താൽ കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പം ഇത്രയുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതിന് നമുക്ക് കഴുകി എടുക്കണം കേട്ടോ. ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കഴുകാൻ വേണ്ടി എടുത്തത്. അപ്പം കൂണാകുമ്പോൾ നമ്മൾ സാധാ കൂണാണെങ്കിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കഴുകിയെടുക്കാറുണ്ട്. ചിലരൊക്കെ തിളപ്പിച്ചിട്ട് കഴുകാറുമുണ്ട്. ഞാൻ തിളപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതിനകത്തൊരു കുറച്ച് നേരം ഇട്ട് ഒന്ന് നല്ലോണം കഴുകി നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. ഉപ്പും മഞ്ഞൾപ്പൊടിയല്ലേ. അപ്പോൾ ഇട്ടിട്ട് നല്ലോണം കഴുകിയിട്ട് പിഴിഞ്ഞെടുത്ത് വേണം എടുക്കാനായിട്ട്. അപ്പം ഇത് മുഴുവൻ പിഴിഞ്ഞെടുക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാട്ടോ കറി വെക്കുന്നത്. ചിലർ തേങ്ങ അരച്ച് നമ്മൾ സാധാരണ നാടൻ നമുക്ക് കിട്ടുന്ന കൂൺ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് കറി വെക്കുന്നത്. അതിപ്പോൾ ചിലർ തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നവരുണ്ട്, പിന്നെ അല്ലാതെ പൊടി മാത്രം ഇട്ട് കറി വെക്കുന്നവരുണ്ട്. നമ്മുടെ പിള്ളേർക്ക് ഒന്നും ഇടാതെ പൊടി മാത്രം ഇട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം. കാരണം അതാകുമ്പോൾ ടേസ്റ്റ് നല്ലോണം കിട്ടുമല്ലോ. മറ്റേതെന്ന് പറയുമ്പോൾ ഇച്ചിരി കൂണിൻ്റെ ടേസ്റ്റ് അങ്ങ് കുറയും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കേട്ടോ കറി വെച്ചത്. അപ്പം ഞങ്ങൾക്ക് കറിയൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതുപോലെ കറിയൊക്കെ വെക്കുക കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.